ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ 3 സബ്സ്ക്രൈബേഴ്സിന് അവരുടെ ജീവിതത്തിൽ നടന്ന അമാനുഷികമായ സംഭവങ്ങളെക്കുറിച്ചാണ്. ചിലപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവം നടന്നിരിക്കാം. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. ആദ്യത്തെ സംഭവം ഇത് നടക്കുന്നത് 2019 നമ്മുടെ സബ്സ്ക്രൈബറുടെ കൂട്ടുകാരിക്കാണ് ഈ ഒരു അനുഭവം ഉണ്ടായത്. കൂട്ടുകാരിയുടെ പേര് പറയണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ആര്യ എന്ന് വിളിക്കാം. അവൾ അന്ന് ജനറൽ നഴ്സിംഗ് പഠിക്കുകയായിരുന്നു. അവളുടെ കോളേജ് നാട്ടിൽ നിന്നും ഒരുപാട് ദൂരെ ആയതിനാൽ ഹോസ്റ്റലിൽ നിന്നായിരുന്നു അവൾ പഠിച്ചിരുന്നത്. ആ ഹോസ്റ്റലാകട്ടെ ഒരു ക്രിസ്ത്യൻ ചാരിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതായിരുന്നു. അതുകൂടാതെ ഒരുപാട് വർഷം പഴക്കമുള്ള ഹോസ്റ്റലാണത്. അവിടെ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾ കൂടാതെ കന്യാസ്ത്രീകളാകാനുള്ള കുട്ടികളും പഠിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് കന്യാസ്ത്രീകളും അവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന സ്ഥലവും പഠിക്കാനുള്ള കെട്ടിടങ്ങളും മറ്റെല്ലാ സൗകര്യങ്ങളും ഉള്ളതായിരുന്നു ആ ഹോസ്റ്റൽ. ആര്യയുടെ മുറിയിൽ അവളെ കൂടാതെ വേറെ 3 കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു. അവർ 4 പേരും നല്ല കൂട്ടായിരുന്നു. ഹോസ്റ്റലിനുള്ളിൽ ഫോൺ ഉപയോഗിക്കാനുള്ള അനുവാദമില്ല. അതുകൊണ്ട് ഹോസ്റ്റലിലെ ഫോണിൽ നിന്നായിരുന്നു അവർ വീട്ടിലേക്ക് വിളിക്കുന്നത്. ഫോൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ക്ലാസ് കഴിഞ്ഞു വന്ന് അവർ പുസ്തകങ്ങൾ വായിച്ചും പരസ്പരം സംസാരിച്ചും മുറിയിലെ ബാൽക്കണിയിൽ നിന്ന് പുറത്തെ കാഴ്ചകൾ കണ്ടുമൊക്കെയായിരുന്നു സമയം പോക്കിയിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി ഏകദേശം 9 മണിയായി കാണും. ആര്യയും കൂട്ടുകാരികളും ബാൽക്കണിയിൽ നിന്ന് താഴെ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് നല്ല കാറ്റും മിന്നലും ചെറിയ രീതിയിൽ ഇടിവെട്ടാനുമൊക്കെ തുടങ്ങിയത്. ആര്യയും കൂട്ടുകാരികളും മുറിയിലേക്ക് കയറിപ്പോകാം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് താഴെ മുറ്റത്ത് ഒരു കന്യാസ്ത്രീ നിൽക്കുന്നത് അവർ കണ്ടു. സാധാരണ പഠിക്കുന്ന കുട്ടികൾ താമസിക്കുന്ന ബ്ലോക്കിലേക്ക് കന്യാസ്ത്രീകൾ വരാറില്ല. കാരണം അവർ വേറെ ബ്ലോക്കിലാണ്. ആ കന്യാസ്ത്രീ പെൺകുട്ടിയെ കണ്ടാൽ ഏകദേശം 22 വയസ്സൊക്കെ മാത്രമേ തോന്നിക്കൂ. ഈ സമയത്ത് ഒരു കന്യാസ്ത്രീ പുറത്തു നിൽക്കുന്നത് കണ്ടിട്ട് അവർക്ക് എന്തോ സംശയം തോന്നി. അങ്ങനെ നോക്കി നിൽക്കെ പെട്ടെന്ന് ആ കന്യാസ്ത്രീ മുകളിലേക്ക് നോക്കുകയും ആര്യയെയും കൂട്ടുകാരികളെയും കാണുകയും ചെയ്തു. ആര്യ അവരോട് ചോദിച്ചു, സിസ്റ്റർ, എന്താ ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ ആ കന്യാസ്ത്രീ പറഞ്ഞത്, ഒന്നുമില്ല, നല്ല മഴ വരുന്നുണ്ട്, അതുകൊണ്ട് തുണികൾ നനയണ്ട എന്ന് കരുതി ഞാനത് എടുക്കാൻ വന്നതാണ് എന്ന്. അപ്പോൾ അവരും അത് വലിയ കാര്യമായി എടുത്തില്ല. ആ കന്യാസ്ത്രീ അവിടെ അയയിൽ വിരിച്ചിരുന്ന തുണി എടുത്തിട്ട് തിരിഞ്ഞ് ആര്യയെയും കൂട്ടുകാരികളെയും നോക്കി, നല്ല മഴ വരുന്നുണ്ട്, ഞാൻ പോകട്ടെ, പിന്നെ കാണാം എന്ന് പറഞ്ഞ് ഒരു പുഞ്ചിരിയോടെ തിരികെ പോയി. കുറച്ചു കഴിഞ്ഞ് ആര്യയും കൂട്ടുകാരികളും മുറിയിലേക്ക് ഉറങ്ങാനും പോയി. കുറച്ചു ദിവസം കഴിഞ്ഞ് ആര്യ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാനായി ഹോസ്റ്റലിലെ മെയിൻ ഓഫീസിലേക്ക് പോയി. ഫീസ് റെസിപ്റ്റ് വാങ്ങുന്ന കൗണ്ടറിനടുത്തെ ഭിത്തിയിൽ അവൾ കുറച്ചു ദിവസം മുൻപേ കണ്ട ആ കന്യാസ്ത്രീയുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വച്ചിരിക്കുന്നത് കണ്ടു. ആ ഫോട്ടോ കണ്ട് സംശയം തോന്നി ആര്യ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളോട് ഈ പെൺകുട്ടി ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞത്, ഈ കുട്ടി ഇവിടെ കന്യാസ്ത്രീയാകാൻ പഠിച്ചിരുന്നതാണ്. 12 വർഷങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ ഹോസ്റ്റലിൽ വെച്ച് മരിച്ചുപോയി. എന്തു പറ്റിയതാണെന്ന് ആർക്കും അറിയില്ല. രാവിലെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ഇത് കേട്ട് ആകെ ഭയന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ലായിരുന്നു. അവൾ മുറിയിൽ വന്ന് കൂട്ടുകാരികളോട് നടന്ന സംഭവം എല്ലാം പറഞ്ഞു. അവരും ആകെ പേടിച്ചു. പിന്നെ ആര്യയ്ക്ക് ആ ഹോസ്റ്റലിൽ നിൽക്കാൻ പേടിയായിരുന്നു. അവിടുത്തെ ഹോസ്റ്റലിൽ നിൽക്കാൻ തന്നെ അവൾക്ക് തോന്നിയില്ല. പഠിച്ചിരുന്ന കോളേജിൽ നിന്നും TC വാങ്ങി അവിടുത്തെ പഠനം മതിയാക്കി അവൾ നാട്ടിൽ വന്നു. വീട്ടിൽ ഈ സംഭവം പറഞ്ഞപ്പോൾ ആരും അവളെ വിശ്വസിക്കാൻ തയ്യാറായില്ല. പിന്നീട് നാട്ടിലുള്ള ഒരു കോളേജിൽ അവൾ പഠിച്ചു. ഇപ്പോൾ അവൾ ജോലിയും ചെയ്യുന്നു. 12 വർഷം മുൻപ് മരിച്ചുപോയ ഒരു പെൺകുട്ടിയെ എങ്ങനെ അവർ അന്ന് കണ്ടുവെന്ന് ഇന്നും ആര്യയ്ക്ക് മനസ്സിലാകുന്നില്ല. രണ്ടാമത്തെ സംഭവം നടന്നിരിക്കുന്നതും ഒരു പെൺകുട്ടിക്കാണ്. അവളും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കവളെ ലക്ഷ്മി എന്ന് വിളിക്കാം. ലക്ഷ്മി ആ സമയത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അവൾ ആ സമയത്ത് ഒരു ട്യൂഷൻ സെന്ററിലും പഠിക്കുന്നുണ്ടായിരുന്നു. ഒരു ഞായറാഴ്ച അവളും അവളുടെ 2 കൂട്ടുകാരികളും ട്യൂഷൻ സെന്ററിലിരുന്ന് പ്രേതങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു. അവൾ ഇരുന്നത് സാറിന്റെ ചെയറിലായിരുന്നു. സാർ അവർ 3 പേരോടും ചോദ്യം കൊടുത്തിട്ട് അതിൽ ഉത്തരം പറഞ്ഞ് കേൾപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സാറിന്റെ താഴെയുള്ള വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് കേൾപ്പിച്ചാൽ അവർ 3 പേർക്കും വീട്ടിൽ പോകാം എന്നും പറഞ്ഞിരുന്നു. പക്ഷെ ആ സമയം അത് വിട്ടിട്ട് അവർ പ്രേതങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നു.
അപ്പോൾ അവളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു കൂട്ടുകാരി അമ്മു എന്ന പെൺകുട്ടി അവളുടെ വീട്ടിൽ നിന്ന് പ്ലാവ് മുറിച്ച് അവിടെയുള്ള അമ്പലത്തിൽ മുടിക്ക് കൊടുത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ മരം മുറിച്ച സ്ഥലത്ത് ഒരു പ്ലാവ് വീണ്ടും മുളച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ് ഒരല്പസമയം സംസാരിച്ചു. ഈ സമയത്ത് പെട്ടെന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടിക്ക് ശരീരമാസകലും ഒരു വിറയലും കോരിത്തെരിപ്പും ഉണ്ടായി. അവളും ഇവിടെ നമ്മളല്ലാതെ വേറെ ആരോ ഉണ്ടെന്ന് തോന്നുന്നു എന്നും പറഞ്ഞു. ഇത് കേട്ട് ലക്ഷ്മി പെട്ടെന്ന് ബാഗും എടുത്ത് ഓടി ആ പടിക്ക് താഴെ ഇറങ്ങി വന്നു. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു പുക പോലെ അവൾക്ക് തോന്നി. അത് ലക്ഷ്മി മാത്രമല്ല കണ്ടത്, കൂടെ ഉണ്ടായിരുന്ന 2 കൂട്ടുകാരികളും കണ്ടു. എന്നാൽ പെട്ടെന്നത് മാഞ്ഞു പോവുകയും ചെയ്തു. താഴെ ഓടിച്ചു നോക്കിയപ്പോൾ സാർ അവിടെ ഇല്ലായിരുന്നു. മറ്റെവിടെയോ പോയിരിക്കുകയാണെന്നും നിങ്ങൾ വന്നാൽ പോകാൻ പറഞ്ഞാൽ മതിയെന്ന് സാർ പറഞ്ഞതായി ആ സാറിന്റെ ഭാര്യ പറഞ്ഞു. ലക്ഷ്മിയും കൂട്ടുകാരും അത് കേട്ട പാടെ ഒട്ടും താമസിയാതെ ഓടി ബസ്സിൽ കയറി വീട്ടിലേക്കും പോയി. എന്നാൽ അതിനുശേഷം ഈ കണ്ടതെല്ലാം ഒരു തോന്നലായിരിക്കും എന്ന് ലക്ഷ്മി അതവളുടെ മറ്റ് 2 കൂട്ടുകാരികളോടുകൂടെ പറഞ്ഞു. എന്നാൽ അവരത് വിശ്വസിച്ചില്ല. ലക്ഷ്മി കള്ളം പറയുകയാണ് എന്നായിരുന്നു അവരുടെ വാദം. അപ്പോൾ ലക്ഷ്മി പറഞ്ഞത്, അത്ര എന്നെ വിശ്വാസമില്ലെങ്കിൽ നമുക്ക് വെറുതെ ഒരു രസത്തിന് വേണ്ടി ഓജോ ബോർഡ് കളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ബോയ്സിന്റെ ലാബ് പീരീഡിൽ ഇവരെല്ലാ ഗേൾസും ചേർന്ന് ഒരു വലിയ ചാർട്ട് പേപ്പറിൽ ഓജോ ബോർഡ് വരച്ച് കളിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ എല്ലാവരും തമാശയ്ക്ക് ആ കോയിൻ നീക്കി നീക്കി കളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പെട്ടെന്ന് കൈ മാറ്റിയപ്പോൾ ആ കോയിൻ സ്വന്തമായി നീങ്ങി. ഇതെല്ലാവരും കാണുകയും ചെയ്തു. ആ സമയത്ത് എല്ലാവരും പേടിച്ച് ഇറങ്ങി ഓടുകയും ചെയ്തു. ഈ സമയത്താണ് ലക്ഷ്മിയും കൂട്ടുകാരും ആ ട്യൂഷൻ സെന്ററിൽ നടന്ന സംഭവം പെട്ടെന്ന് ഓർക്കുന്നത്. എന്നിട്ട് ആ ട്യൂഷൻ സെന്ററിനെ കുറിച്ച് വിശദമായൊന്ന് അന്വേഷിക്കാനും തുടങ്ങി. ആ സമയത്താണ് അറിഞ്ഞത് ആ ട്യൂഷൻ സാറിന്റെ ഒരു മോൾ അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തുവെന്ന്, മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി മരിച്ചിട്ടുണ്ടെന്ന്. ലക്ഷ്മി ഈ കാര്യങ്ങളെല്ലാം ആ സാറിന്റെ ഭാര്യയോട് പറഞ്ഞു. എന്നിട്ട് ആ ട്യൂഷൻ സെന്ററിൽ നിന്നും മാറി. പിന്നീട് ലക്ഷ്മിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അവളിക്കാര്യം ആരോട് പറഞ്ഞാലും ആരും വിശ്വസിക്കുന്നുമില്ല. പക്ഷെ അവളുടെ ജീവിതത്തിൽ ആദ്യവും അവസാനവുമായി ഉണ്ടായ ഈയൊരു അനുഭവം എന്നും അവളുടെ മനസ്സിൽ മായാതെ ഉണ്ടാകും. 3ാമത്തെ അനുഭവം ഭാതി എന്ന ഒരു സബ്സ്ക്രൈബർക്കാണ്. ഭാതി വിദേശത്ത് പഠിക്കുകയായിരുന്നു. കൂടാതെ അവിടെ തന്നെ ഒരു പിസ്സ ഹട്ടിൽ പാർട്ട് ടൈമായി ജോലി നോക്കുന്നുണ്ടായിരുന്നു. 2023 ഫെബ്രുവരി മാസം 25 ഒരു ശനിയാഴ്ച. അടുത്ത ദിവസം അവധിയായതിനാൽ രാത്രി ഷിഫ്റ്റിൽ അവൻ ജോലി ചെയ്യാൻ തീരുമാനിച്ചു. 10 മണിക്കൊക്കെ സാധാരണ കടയടയ്ക്കും. എന്നാൽ അത് ആഴ്ചയുടെ അവസാന ദിവസമായതുകൊണ്ട് ധാരാളം ഓഫറുകൾ വരും. അതുകൊണ്ട് തന്നെ അന്ന് 11:30 കടയടയ്ക്കാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ കടയടയ്ക്കാൻ സമയമായി. എല്ലാം ഒതുക്കി വയ്ക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് അവർക്കൊരു കോൾ വന്നു. ആദ്യമൊക്കെ ആ ഒരു ഓർഡർ നിരസിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ ഒരു വലിയ ടിപ്പ് തരാം എന്ന് പറഞ്ഞതുകൊണ്ടും അവസാന പരീക്ഷകൾ വരുന്നതുകൊണ്ട് കാശിന് ആവശ്യമുള്ളതുകൊണ്ടും അവർക്കത് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. ഫീസ് അടയ്ക്കാൻ ഫാദിക്ക് പണം ആവശ്യമാണ്. ലൊക്കേഷൻ ചോദിക്കുകയും ഓർഡർ സ്വീകരിക്കുകയും ചെയ്തു. എന്നിട്ട് അവൻ അവന്റെ ബൈക്ക് എടുത്ത് ആ ലൊക്കേഷനിലേക്ക് പോയി. ആ ലൊക്കേഷൻ ആ നഗരത്തിന്റെ ഇരുണ്ട ഭാഗത്തുള്ള ഒരു കെട്ടിടമായിരുന്നു. ആ സ്ഥലങ്ങളിൽ സാധാരണ മോഷണം പതിവായിരുന്നു. ആ പ്രദേശത്ത് ആ ഒരേ ഒരു കെട്ടിടം മാത്രമേ ഉള്ളൂ. അതും മറ്റൊരു ഭയമായിരുന്നു. എങ്കിലും ആ ഓർഡർ കൊടുക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. ആ കെട്ടിടത്തിന്റെ ഒരു മുറിയിൽ മാത്രമേ ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് അവൻ ഡെലിവറി ചെയ്യേണ്ട ആ മുറിയായിരുന്നു. ആ കെട്ടിടത്തിനുള്ളിലേക്ക് കയറിയ അവൻ ലിഫ്റ്റ് പിടിച്ച് 11ാം നില അമർത്തി. ലിഫ്റ്റും മുകളിലേക്ക് പൊങ്ങുകയാണ്. 11ാമത്തെ നില എത്തി. ആ നിലയിൽ ഒരു ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലൈറ്റും അവന് മുന്നിലായിരുന്നു. അവൻ ആ പിസ്സ ഡെലിവറി ചെയ്യേണ്ട മുറിക്ക് അടുത്തേക്ക് ചെന്ന് നിന്നു. അവിടെ ഡോർബെൽ ഇല്ലാതിരുന്നതിനാൽ ആ വാതിലിൽ അവൻ പതിയെ മുട്ടി. പക്ഷെ അകത്തുനിന്നും ശബ്ദങ്ങളൊന്നുമില്ല. അവൻ വീണ്ടും ഒരു 2-3 തവണ കൂടെ വാതിൽ അങ്ങനെ മുട്ടിക്കൊണ്ടു നിന്നു. ആ സമയത്ത് ചില വിചിത്രമായ ഭാഷയിൽ, സാധാരണ ഭാഷയേ അല്ല, എന്തൊക്കെയോ പിറുപിറുക്കുന്നത് അവന് കേൾക്കാമായിരുന്നു. എന്നാൽ അവനത് ഒട്ടും തന്നെ മനസ്സിലായില്ല. പക്ഷേ സമയം കഴിയുന്തോറും ആ ശബ്ദത്തിന്റെ ഒച്ച കൂടാൻ തുടങ്ങി. സാധാരണ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് പണം നൽകാൻ വിസമ്മതിക്കുന്ന കൗമാരക്കാരാണ്. അങ്ങനെ ഡെലിവറി തരാൻ വരുന്നവരെ ഭയപ്പെടുത്തുകയും കാശ് കൊടുക്കാതെ തിരികെ അയക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഫാദി ഒരല്പസമയം കൂടെ അവിടെ കാത്തിരുന്നു. വീണ്ടും കതക് മുട്ടി വിളിക്കാൻ തുടങ്ങി. ആരെങ്കിലും ഉണ്ടോ, കതക് തുറക്കാമോ എന്നൊക്കെ ചോദിച്ചു. എന്നാൽ അകത്തു നിന്നും ഈ വിചിത്രമായ ശബ്ദം വീണ്ടും അവന് കേട്ടു. സമയം കഴിയുന്തോറും അതിന്റെ ഒച്ചയും കൂടാൻ തുടങ്ങി. ഈ സമയത്താണ് അവന്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയം വരാൻ തുടങ്ങിയത്.
പിന്നീട് അവന് ഒരല്പസമയം പോലും അവിടെ നിൽക്കാനേ തോന്നിയില്ല. വളരെ വേഗത്തിൽ ലിഫ്റ്റിലേക്ക് കയറി അവൻ താഴേക്ക് വരാൻ തുടങ്ങി. അവൻ ഓർഡർ ഡെലിവറി ചെയ്യാനോ പണം വാങ്ങാനോ കാത്തുനിന്നില്ല. കാരണം അവൻ അത്രയേറെ ഭയമായിരുന്നു. അതൊരു മനുഷ്യന്റെ ശബ്ദമേ അല്ല. മനുഷ്യന് ഉണ്ടാക്കാൻ കഴിയുന്നതിൽ നിന്നും വളരെ ഒച്ചത്തിലായിരുന്നു ആ ശബ്ദം. ആദ്യം ആരെങ്കിലും തമാശയ്ക്ക് അങ്ങനെ ചെയ്യുന്നതായിരിക്കുമെന്നായിരുന്നു അവൻ കരുതിയത്. പക്ഷെ പിന്നീട് അവനതങ്ങനെ തോന്നിയില്ല. കാരണം ആ സമയം അവന്റെ ശരീരമാസകലും ഒരു വിറയലും ഇതുവരെയും തോന്നാത്ത എന്തോ ഒരു രീതിയിലുള്ള അനുഭവം ഉണ്ടായി. അടുത്ത ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അവൻ ജോലിക്കും പോയില്ല. എന്നാൽ ഇന്നും അവൻ ആ ദിവസത്തിന്റെ ഓർമ്മകൾ മായാതെ കിടപ്പുണ്ട്. ഇന്ന് നമ്മൾ കണ്ട സബ്സ്ക്രൈബേഴ്സിന്റെ ഈ 3 അനുഭവങ്ങളിൽ നിങ്ങളെ ഭയപ്പെടുത്തിയ അനുഭവം ഏതാണ്? നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൽ ഐഡിയിലേക്ക് അയച്ചു തരിക. പേര് പറയാൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ പേരും സംഭവം നടന്ന വർഷവും സംഭവം നടന്ന സ്ഥലവും എല്ലാം വിശദമായി പറയുകയാണെങ്കിൽ അത് കേൾക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലൂടെ അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.